തിരുപ്പരക്കുന്றம் കാർത്തിക ദീപം തെളിയിക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ. ഹിന്ദുത്വ സംഘടനകൾ ദീപം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട കുന്നിന് മുകളിലെ ദർഗയ്ക്ക് സമീപമുള്ള ദീപത്തൂൺ ഹൈന്ദവ വിഭാഗത്തിന്റേതല്ലെന്നും അത് ജൈന മതസ്ഥരുടേതാണ് എന്നുമാണ് തമിഴ്നാട് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ വിവാദത്തിലെ പുതിയ വഴിത്തിരിവുകളെക്കുറിച്ച് പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മധുരയിലെ തിരുപ്പരക്കുന്றம் കുന്നിന് മുകളിലുള്ള സുൽത്താൻ സിക്കന്ദർ ദർഗയ്ക്ക് സമീപമുള്ള കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കണമെന്ന ഹിന്ദുത്വ സംഘടനകളുടെ ആവശ്യം വലിയ വിവാദമായിരുന്നു. പതിറ്റാണ്ടുകളായി കാർത്തിക ദീപം തെളിയിച്ചിരുന്ന കുന്നിന് താഴെയുള്ള ഉച്ചിപ്പിള്ളയാർ കോവിലിന് സമീപത്തെ മണ്ഡപത്തിൽ നിന്ന് മാറ്റി ദർഗയ്ക്ക് സമീപം തന്നെ ദീപം തെളിയിക്കണമെന്ന വാശിയിലായിരുന്നു ഹിന്ദുത്വ സംഘടനകൾ. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഇതിന് അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ ഉത്തരവിറക്കിയ ജഡ്ജിയുടെ സംഘപരിവാർ വിധേയത്വം ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. സംഗതി വർഗീയ വിഭജനത്തിലേക്ക് പോകുമെന്നായതോടെ തമിഴ്നാട് സർക്കാർ കോടതിയെ സമീപിക്കുകയും ചെയ്തു. ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ പിന്തുണയോടെ തീവ്ര ഹിന്ദുത്വവാദികൾ ഈ പ്രശ്നം മുതലെടുത്ത് തമിഴ്നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ചില സംഘർഷങ്ങൾ ഇതിന്റെ പേരിൽ സംസ്ഥാനത്ത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് തമിഴ്നാട് സർക്കാർ പുതിയ ഇടപെടലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വവാദികൾ വിളക്ക് തെളിയിക്കണമെന്ന് വാശി പിടിക്കുന്ന ദർഗയ്ക്ക് സമീപത്തെ ദീപത്തൂൺ ഹൈന്ദവ വിഭാഗത്തിന്റേതല്ലെന്നും മറിച്ച് ജൈനരുടേതാണ് എന്നുമാണ് തമിഴ്നാട് സർക്കാരിന്റെ പുതിയ വാദം. ഇക്കാര്യം സർക്കാർ കോടതിയെ അറിയിക്കുകയും തങ്ങളുടെ വാദത്തെ ബലപ്പെടുത്തുന്ന ചില ചരിത്രരേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ 1 മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലെ ജഡ്ജി ജസ്റ്റിസ് GR സ്വാമിനാഥൻ ദർഗയ്ക്ക് സമീപമുള്ള തൂണിൽ വിളക്ക് തെളിയിക്കാൻ തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് അനുമതി നൽകിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് തമിഴ്നാട് സർക്കാരും വിവിധ സംഘടനകളും നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടയിലാണ് തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ N ജ്യോതി പ്രസ്തുത തൂൺ ഹൈന്ദവരുടേതല്ല എന്ന് വ്യക്തമാക്കിയത്. തിരുപ്പരക്കുன்றത്തെ ദീപത്തൂണിന് സമാനമായ തൂണുകൾ ജൈന സന്യാസിമാർ മധുരയിലെ സമനാർ കുന്നുകളിലും സ്ഥാപിച്ചിട്ടുണ്ടെന്നും തമിഴ്നാട് ദേവസ്വം ബോർഡിനെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ N ജ്യോതി കോടതിയെ അറിയിച്ചു. കർണാടകയിലെ ശ്രാവണബെലഗോള കുന്നുകളിലും സമാനമായ ശിലാസ്തംഭങ്ങൾ ഉണ്ടെന്നും N ജ്യോതി പറയുന്നു. ജൈനമതത്തിലെ ദിബങ്കര വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാർ ഈ കുന്നുകളിൽ ഒത്തുചേരുമ്പോൾ വെളിച്ചത്തിനായി ഇത്തരം തൂണുകളിലാണ് വിളക്കുകൾ തെളിയിക്കാറുള്ളതെന്ന് അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. മധുരയിലെ തന്നെ മറ്റ് ചില കുന്നുകളിലും സമാനമായ തൂണുകളുണ്ടെന്നും തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കുന്നു. മധ്യപ്രദേശിൽ നിന്നും ജൈന വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വ്യാപകമായി തമിഴ്നാട്ടിലേക്ക് എത്തിയിരുന്നുവെന്നും അവർ പിന്നീട് മധുരയിലും വന്നിരുന്നുവെന്നും തമിഴ്നാട് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച ചില ചരിത്രരേഖകളും പുസ്തകങ്ങളും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. ഇക്കാരണത്താൽ തന്നെ ദർഗയ്ക്ക് സമീപമുള്ള കൽത്തൂൺ ഹൈന്ദവ ആചാരമായി ദീപം തെളിയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അതിനാൽ തന്നെ 1947 ക്ഷേത്രങ്ങളിലെ ക്രമസമാധാനവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നതിനായുള്ള തമിഴ്നാട് ക്ഷേത്രപ്രവേശന അധികാര നിയമത്തിലെ സെക്ഷൻ 4 പ്രകാരം നിലവിലുള്ള സ്ഥലത്ത് തന്നെ ദീപം തെളിയിക്കാൻ അനുവദിക്കണമെന്നും തമിഴ്നാട് സർക്കാർ കോടതിയോട് ആവശ്യപ്പെടുന്നു. നിലവിൽ വിളക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഉച്ചിപ്പിള്ളയാർ മണ്ഡപത്തിൽ വിളക്ക് തെളിയിക്കാനുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തീരുമാനം സിംഗിൾ ബെഞ്ച് ജഡ്ജി റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡിനെ കേൾക്കാൻ മദ്രാസ് ഹൈക്കോടതിയിലെ മധുര ബെഞ്ച് ജഡ്ജി GR സ്വാമിനാഥൻ തയ്യാറായിട്ടില്ല എന്നും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറയുന്നു. ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ വിധിക്കെതിരെ ദർഗാ ഭാരവാഹികളും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് എതിർവാദം ഉന്നയിക്കാൻ ആവശ്യമായ സമയം നൽകിയില്ല എന്നാണ് ദർഗാ ഭാരവാഹികൾ കോടതിയെ അറിയിച്ചത്. മാത്രവുമല്ല 1923 രേഖകൾ പ്രകാരം ദീപത്തൂൺ ദർഗയ്ക്ക് കീഴിലുള്ള വഖഫ് സ്വത്താണെന്നും ദർഗാ ഭാരവാഹികൾ പറയുന്നു. തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ച ജഡ്ജി ജസ്റ്റിസ് GR സ്വാമിനാഥനെതിരെ നേരത്തെ DMKയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സംഘപരിവാർ വേദികളിലെ സ്ഥിരം സാന്നിധ്യമായ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്.